എക്കണോമിക്സിൽ പറയുമ്പോൾ ഇറ്റ് മേ ബി ടോട്ടൽ റവന്യൂ, മാർജിനൽ റവന്യൂ, ആവറേജ് റവന്യൂ. ടോട്ടൽ റവന്യൂ എന്ന് വെച്ചാൽ എന്താ? ടോട്ടൽ സെയിലിൽ നിന്ന് ഉണ്ടായ, അതായത് ആ ഒരു ഫേമിലുണ്ടായ ടോട്ടൽ ഔട്ട്പുട്ട് സെൽ ചെയ്തു അറ്റ് എ ഗിവൺ പ്രൈസ്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, ഒരു ഫേം 100 യൂണിറ്റ് കമ്മോഡിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഓരോ യൂണിറ്റും 5 രൂപ വെച്ചിട്ടാണ് ആ ഒരു ഫേം സെൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഫേമിൻ്റെ റവന്യൂ എന്ന് വെച്ചാൽ എന്താണ്? ഒരു കമ്മോഡിറ്റി സെൽ ചെയ്താൽ 5 രൂപയാണ് അവർക്ക് റവന്യൂ. അങ്ങനെ എത്ര കമ്മോഡിറ്റി ആ ഫേം സെൽ ചെയ്യുന്നുണ്ട്? 100 യൂണിറ്റ് സെൽ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു ഫേമിൻ്റെ ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി എന്താണ്? പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി സോൾഡ് ആണ്. എത്ര രൂപയ്ക്ക് എത്ര ക്വാണ്ടിറ്റി കൊടുത്തു അതിന്. അപ്പോൾ ടോട്ടൽ റവന്യൂ TR ഈസ് ഈക്വൽ ടു P ഇൻറ്റു Q. P എന്ന് വെച്ചാൽ പ്രൈസ്, Q എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി. ടോട്ടൽ റവന്യൂ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയുള്ളത് ആവറേജ് റവന്യൂ. ആവറേജ് റവന്യൂ എന്ന് വെച്ചാൽ ആവറേജ് ആണല്ലേ. ആവറേജ് റവന്യൂ ഈസ് ദ റവന്യൂ പെർ യൂണിറ്റ് ഓഫ് ദ കമ്മോഡിറ്റി സോൾഡ്. അതായത് ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫിഗറാണ് എന്ത്? ആവറേജ് റവന്യൂ. അതായത് ടോട്ടൽ റവന്യൂ 500, എത്ര ക്വാണ്ടിറ്റി? 100 ക്വാണ്ടിറ്റി. അപ്പോൾ ആവറേജ് റവന്യൂ എന്ന് വെച്ചാൽ എന്താണ്? 500/100. അതായത് 5 എന്ന് കിട്ടുന്നതാണ് എന്ത്? ആവറേജ് റവന്യൂ, 5 രൂപ. ഇവിടെ ഇപ്പോൾ നോക്കൂ, ആവറേജ് റവന്യൂ ഇവിടെ എന്തായി? പ്രൈസായി വന്നില്ലേ? ഓക്കെ. ഇനി വരുന്നതാണ് മാർജിനൽ റവന്യൂ. മാർജിനൽ റവന്യൂ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ അഡീഷൻ ടു ടോട്ടൽ റവന്യൂ. ടോട്ടൽ റവന്യൂവിൽ ആഡ് ഓൺ ചെയ്ത് വരുന്നതിനെയാണ് എന്ത് വിളിക്കുക നമ്മൾ? മാർജിനൽ റവന്യൂ എന്ന് പറയാം. അതായത് ഒരെണ്ണം കൂടിയും സെൽ ചെയ്താൽ എത്രയാണ്? അതായത് ടോട്ടൽ റവന്യൂ ഇപ്പോൾ 500 ആണെന്ന് വിചാരിക്കുക. ഇനി ഒരെണ്ണം കൂടി സെൽ ചെയ്താൽ എത്രയാവും എന്ന് നമ്മൾ നോക്കില്ലേ? ആ ഒരു ചേഞ്ച്, വ്യത്യാസം, അതിനെയാണ് എന്ത് വിളിക്കുക? മാർജിനൽ റവന്യൂ എന്ന് വിളിക്കുക. മാർജിനൽ റവന്യൂ ഇസ് ദ അഡീഷൻ ടു ടോട്ടൽ റവന്യൂ ബൈ സെല്ലിംഗ് 1 more യൂണിറ്റ് ഓഫ് ദ കമ്മോഡിറ്റി. അപ്പോൾ മാർജിനൽ റവന്യൂ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഇറ്റ് ഈസ് ദി ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സോൾഡ്. MR ഈസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ TR ഡിവൈഡഡ് ബൈ ഡെൽറ്റ Q. ഇതിൽ എക്സാമ്പിൾ നോക്കൂ, 5 യൂണിറ്റ് ഒരു പ്രൊഡക്റ്റ് വെർ സോൾഡ് അറ്റ് എ റവന്യൂ ഓഫ് 50 rupees. പിന്നെന്താ പറയണേ? 6 യൂണിറ്റ് അതേപോലെ സാധനം 60 രൂപയ്ക്ക് കൊടുത്തു. അപ്പോൾ ആദ്യം 5 യൂണിറ്റ് 50 രൂപയ്ക്കും 6 യൂണിറ്റ് 60 രൂപയ്ക്കും കൊടുത്താൽ അതിൻ്റെ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ. അപ്പോൾ ഇവിടുത്തെ റവന്യൂകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60ഉം 50ഉം. അവരുടെ ചേഞ്ച് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി.